ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫോറസ്റ്റ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിംഗിൾ ഡേയിൽ, ഞാൻ ഇത്രയും നാൾ പ്രൊഫൈമിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകളായെങ്കിലും സിംഗിൾ ഡേയിൽ ഒരു അക്കൗണ്ട് കിട്ടിയിട്ട് അത് ഫിനിഷ് ചെയ്യുന്ന ഒരു ഇതുവരെയും ചാൻസ് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും അത്രയും ഒരു ചാൻസ് കിട്ടി. ആ ചാൻസ് കിട്ടിയത് ഫണ്ടി പിപ്സിൻ്റെ അക്കൗണ്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്, അത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. ഇപ്പോൾ എല്ലാവരും ബുക്ക് മാപ്പും ഇതൊക്കെ ആയിരിക്കും, വീഡിയോസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ വീഡിയോസ് കണ്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ബുക്ക് മാപ്പിൻ്റെ ഡാറ്റ കിട്ടുന്നതിന് കുറച്ച് ഡിലേ ഉണ്ട്. ആ സമയം നമുക്കാണെങ്കിൽ ഇന്നലെയായിരുന്നു ഞാൻ ഫണ്ടിങ് പിപ്സിൻ്റെ ഫസ്റ്റ് ഫേസ് ഇന്നലെയാണ് നമുക്ക് പാസ്സായത്. നമുക്ക് ഫണ്ടിങ് പിപ്സ് ഇപ്പോൾ MT4 അവൈലബിൾ അല്ല. അവരിപ്പോൾ നിലവിലുള്ളത് സി ട്രേഡർ പ്ലാറ്റ്ഫോം ഉണ്ട്, മാച്ച് ട്രേഡറും ഉണ്ട്. അതിൽ ഞാൻ എടുത്തിരുന്നത് സി ട്രേഡർ ആയിരുന്നു. സി ട്രേഡറിൽ എനിക്ക് ഫണ്ടിങ് പിപ്സിൻ്റെ ഫസ്റ്റ് ഫേസ് ഇന്നലെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ പാസ്സായി. കുറച്ച് ദിവസം മുമ്പ് എടുത്ത അക്കൗണ്ടായിരുന്നു. ഇന്നലെ അത് പാസ്സായി. നമുക്ക് കൺഗ്രാജുലേഷൻ മെയിലും കാര്യങ്ങളൊക്കെ വന്നു. നമ്മുടെ ഇനി അടുത്തത് ഫസ്റ്റ് ട്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാല്യുവേഷൻ പാസ് അഗെയിൻ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, വിഷ് ചെയ്തിട്ടുണ്ട് അവർ. ഓൾവേസ് ഫോളോ റെഗുലേഷൻസ്. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊഫൈമിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ഡെയിലി ലോസും നമ്മുടെ മാക്സിമം ലോസും ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിരിക്കണം. ഒരു ചെറിയൊരു പോയിൻ്റെങ്കിലും വന്നാൽ മതി, ഇവർ ഒരു 100 USD വ്യത്യാസം തന്നെ വന്നാൽ ഇവർ നമ്മളെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവില്ല, പക്ഷേ ഇവർ അത് എങ്ങനെയായാലും നമ്മളെ ലോസിലേക്ക് ബ്രീച്ച് ചെയ്ത് കൊണ്ടും. ഒട്ടുമിക്ക പ്രൊഫൈമൊക്കെ അങ്ങനെയാണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്നതിൽ ആൽഫ ക്യാപിറ്റൽ മാത്രമാണ് അത്തരത്തിൽ സ്വാപ്പിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതായിട്ട് കണ്ടേക്കുന്നത്. ഫണ്ടിങ് പിപ്സിലും ചില സമയത്തൊക്കെ അത്തരം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുക്കാതെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഫണ്ടിങ് പിപ്സിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഫണ്ടിങ് പിപ്സ് 5 ഡേയ്സിൽ പേ ഔട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു 7:30 ആയപ്പോൾ ഇവിടെ നോക്കി അറിയാം, ഞാൻ ഒരു 7:16 ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് ചലഞ്ച് പാസ്സായി. അത് ഒരാഴ്ച മുമ്പൊക്കെ എടുത്ത അക്കൗണ്ടായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ലൈവ് അക്കൗണ്ടിൽ അത്യാവശ്യം പേ ഔട്ടൊക്കെ എടുത്തായിരുന്നു. നല്ലൊരു മൂവ്മെൻ്റ് ഒക്കെ വന്നപ്പോൾ ആ അക്കൗണ്ട് ലൈവ് അക്കൗണ്ട് തന്നെ വാഷ് ഔട്ട് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ആൽഫ ക്യാപിറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പേ ഔട്ട് എടുത്തിരുന്നു. ഇന്നിപ്പോൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. അതിന് ഇവരൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ വായിച്ച് ഇവിടെ നോക്കി അറിയാം, ഫേസ് സെക്കൻഡ് അക്കൗണ്ട് വിൽ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കലി 24 hour കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞാൽ. ഇൻ കേസ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അവരെ കസ്റ്റമർ കെയർ ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ്. ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി വന്നില്ല, പക്ഷേ ഈ ട്രെയിനിങ് ടൈം ഞാൻ 8 മണിയാണെന്ന് വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവരുടെ മറ്റൊരു മെയിൽ വന്നിരുന്നത്. നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നത് നമുക്ക് 1 hour മുമ്പ്, ഒരു 7:30 7:30 നമുക്ക് ആ ഇത് മെയിൽ വന്നു. ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമുക്ക് വന്നു. സി ട്രേഡറാണ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത. മാച്ച് ട്രേഡറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് സി ട്രേഡറാണ്. അപ്പോൾ ഞാൻ അതായിരുന്നു സെലക്ട് ചെയ്തത്. അതിൻ്റെ ഇത് വന്നു. അതിനുശേഷം ഒരു ഫസ്റ്റ് ട്രേഡ് ഇട്ടു. ട്രേഡിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ട്രേഡ് റിസീവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 8:14 ഫസ്റ്റ് ട്രേഡ് ഞാൻ ഇട്ടത്. ഫസ്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ആയത്. ഫസ്റ്റ് ട്രേഡ് ഗുഡ് ലക്ക് വിത്ത് യുവർ ട്രേഡിംഗ് ജേർണി എന്ന് പറഞ്ഞ വിഷ് ചെയ്തേക്കുന്ന അടുത്താണ്. അതിനുശേഷം നമുക്ക് ഫണ്ടിങ് പിക്സിൻ്റെ മറ്റൊരു ഇത് വന്നത് സെക്കൻഡ്, ഞാനത് പാസ്സായി എന്നുള്ള ഒരു മെയിലാണ്. അത് കുറച്ച് നമുക്ക് ടൈമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാം. നമുക്കിനി ലൈവായിട്ടുള്ള അക്കൗണ്ട് കിട്ടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. ആ ഒരു ടൈം അവർ പറയുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫേസിൻ്റെ ട്രേഡിങ് ഇപ്പോൾ 5,000 USD ആണ് നമ്മൾ ടാർഗറ്റ് ആവേണ്ടത് 100K അക്കൗണ്ട്. ആ ടാർഗറ്റ് അതിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇനിയിപ്പോൾ 2-3 ഡേയ്സ് നമുക്ക് എന്താണ് 2 വർക്കിംഗ് ഡേയ്സ് പ്ലീസ് ബി അഡ്വൈസ് റിവ്യൂ 2 ദിവസം വർക്കിംഗ് ഡേയ്സ് 2 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ട്യൂസ്ഡേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ലൈവ് അക്കൗണ്ടും കാര്യങ്ങളും കിട്ടുക. അത് കറക്റ്റ് സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ഫണ്ടിങ് പിപ്സിൽ വരും. അപ്പോൾ നമുക്കിന്ന് ഏത് ട്രേഡാണ് ഞാൻ എടുത്തത് അതിനുള്ള കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് കുറച്ച് നേരത്തെ ബുക്ക് മാപ്പിൻ്റെ ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടും അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ വന്നപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളൊരു ഏരിയ. ഇത് ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ ഒരു ചാർട്ടാണ് MT4. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കാനും കാര്യങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും നമ്മൾ ഫയൽ അയച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കാവുന്ന ഒന്ന് ഇതാണ്. ഞാനിവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിലാണ് ഞാൻ കുറച്ച് നേരത്തെ നമ്മളെടുത്ത ട്രേഡ് സെല്ലിംഗ് ട്രേഡ് ഇവിടെ വന്നത്. ആ സമയം നിഞ്ചയിൽ എനിക്ക് ഡാറ്റ കിട്ടുന്നുണ്ടായിരുന്നു. നിഞ്ചയിൽ വന്ന ഡാറ്റയിൽ നമുക്ക്
ഈ ഏരിയയിൽ വന്ന 298 ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്ത് വന്നു. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മാർക്ക് ചെയ്ത നേരത്തെ MT4 കണ്ട ആ ഒരു പ്രൈസ് റേഞ്ച്, ഇതൊരു ഹൈ എടുത്തു വന്നു. അവിടെ അത്യാവശ്യം നല്ല ലോട്ട് സൈസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റിജക്ഷൻ നല്ല രീതിയിൽ വന്നു. അതിൽ ഏകദേശം നല്ലൊരു ലോട്ട് സൈസ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. 298 ലോട്ട് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ സെല്ലിംഗ് ആയിട്ട് എടുത്തത്. നമ്മൾ സിംഗിൾ ട്രേഡ് അല്ലായിരുന്നു, 2 ട്രേഡായിട്ടാണ് എടുത്തത്. ഒരു ട്രേഡ് ഇതിന് മുമ്പ് എടുത്തിരുന്ന ചെറിയൊരു പോയിന്റിൽ ഇവിടെ എക്സിറ്റ് ആയിരുന്നു. അത്രയും ട്രേഡിലാണ് നമ്മൾ ആ ഒരു പൊസിഷൻ എടുത്തത്. അങ്ങനെ ആ ഒരു വലിയ മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിംഗിൾ ഡേയിൽ തന്നെ നമ്മൾ ആ പ്രോഫിറ്റ് കാര്യങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്കപ്പോൾ തന്നെ മെയിലും കാര്യങ്ങളൊക്കെ വന്നു. ഏകദേശം 5030 പോയിൻറ്റ്. അതിനുശേഷമാണ് ഇപ്പോൾ വിന്നിങ് മെയിലും കാര്യങ്ങളും ഇതൊക്കെ വന്നത്. ട്രേഡ് നമുക്ക് ഓട്ടോമാറ്റിക് ഇനിയിപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. നമ്മുടെ അക്കൗണ്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമുക്ക് ഇവിടെയാണ് ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് വന്നേക്കുന്നത്. മൊത്തം ട്രേഡ് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് വരുമ്പോൾ 2 ട്രേഡായിട്ടാണ് കാണിക്കുന്നത്. സിംഗിൾ ട്രേഡ് ആക്ടിവിറ്റി നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നില്ല. അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി കുറച്ച് നേരം കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ നമുക്കിപ്പോൾ ബിഗ്ഗസ്റ്റ് വിന്ന് ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ ട്രേഡാണ് 3530. അതിന് മുമ്പത്തെ ഏകദേശം ഒരു 1400 പോയിന്റിലേക്ക് എക്സിറ്റ് ആവായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു 5000 USD ഒക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം ബുക്ക് മാപ്പ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതിൽ കുറച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ഡാറ്റയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കത് നൽകാനും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ബുക്ക് മാപ്പിൻ്റെ എൻക്വയറി നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ആരെങ്കിലും നേരത്തെ പറഞ്ഞ MT4 റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫയൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചുതരാം. SMC കൺസെപ്റ്റും ICT കൺസെപ്റ്റിൻ്റെ ഒക്കെ ഫയലാണ് നിലവിലുള്ളത്. കോൺടാക്ട് ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും അയച്ചുതരാം. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ലൈവ് അക്കൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം പേ ഔട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത പേ ഔട്ടും ഇൻ കേസ് ഇതിലൊരു പേ ഔട്ട് എടുക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലൈവായിട്ട് എങ്ങനെ പേ ഔട്ട് എടുക്കാം അങ്ങനെയൊക്കെ വീഡിയോസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഹാപ്പി ട്രേഡിംഗ്, ബൈ.